ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു നീനൂസ് കിച്ചൻ. ഇറ്റ്സ് മീ നീനു. നമുക്കിതൊരു അടിപൊളി ചിക്കൻ കറി തയ്യാറാക്കിയാലോ? ചിക്കൻ കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മലബാർ സ്റ്റൈൽ ചിക്കൻ കറിയാണ്. നമുക്ക് വളരെ പെട്ടെന്ന് വളരെ ടേസ്റ്റി ആയിട്ടും നല്ല അടിപൊളിയായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കും. ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ എന്തിൻ്റെ കൂടെയാണെങ്കിലും കഴിക്കാൻ പറ്റിയ അടിപൊളി ചിക്കൻ കറിയാണ്. നമ്മുടെ മലബാർ സൈഡിലൊക്കെ അധികമായിട്ട് ഉണ്ടാക്കുന്നതാണ്. വളരെ സിമ്പിളാണ്, എന്നാൽ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. നമുക്ക് വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്കതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കനിൽ വലിയ പീസായിട്ടുള്ളതൊക്കെ ഞാൻ നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് ഉള്ളിലോട്ട്. അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലോട്ടൊന്നും മസാല പിടിക്കാതെ ഉള്ളിലെ ചിക്കനൊന്നും ഒരു അധികം ടേസ്റ്റ് ഉണ്ടാകത്തില്ല. ടേസ്റ്റ് നമുക്ക് പുറമേ മാത്രമായിപ്പോൾ നമുക്കത് മാറ്റി വെച്ച് കഴുകി വൃത്തിയാക്കി മാറ്റി വെക്കാം. എന്നിട്ട് വേറൊരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇഞ്ചി മാത്രമേ അരിഞ്ഞിട്ടുള്ളൂ, ബാക്കി ഉള്ളിയോ വെളുത്തുള്ളിയോ ഒന്നും അരിഞ്ഞിട്ടില്ല. പിന്നെ കുറച്ച് കുരുമുളക് ഇല്ലെങ്കിൽ കുരുമുളക് പൊടി ഉപയോഗിക്കാം. പെരിഞ്ജീരകം ഇല്ലെങ്കിൽ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണല്ലോ ഉപയോഗിക്കാം. പിന്നെ 2 ഏലക്ക ഇത്രയും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. നന്നായിട്ടൊന്ന് കുറച്ചൊരു 5-10 സെക്കൻഡ് ഒന്ന് കറക്കി എടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് അരഞ്ഞു വരും. നമുക്കിനി ഇതിലേക്ക് ഒരാവശ്യത്തിന് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എടുക്കുന്ന ചിക്കൻ അനുസരിച്ചും പിന്നെ തൈരിൻ്റെ പുളിയുടെ അനുസരിച്ചും നമുക്ക് തൈരിൻ്റെ അളവ് നമുക്ക് കറക്റ്റായിട്ട് എടുക്കാവുന്നതാണ്. ഇതേ തൈരും കൂടി ചേർത്ത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ ചിക്കനൊന്ന് കുറച്ചൊന്ന് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ചിക്കനിലേക്ക് അത് കുറച്ച് വലിയ പാത്രത്തിലിട്ട് ചിക്കൻ ഇട്ട് കൊടുക്കണം. എന്നാലാണ് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്കിനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടില്ലായിരുന്നു നമ്മൾ ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം, അതും ആ പേസ്റ്റും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം. കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ തൈര് ചേർക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് ഈ തൈര് ചേർക്കുന്നത്. നിങ്ങൾക്ക് തൈര് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം, പക്ഷേ ചിക്കൻ നല്ല സോഫ്റ്റ് ആകാനായിട്ട് ഈ തൈര് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തൈര് ചേർക്കാൻ ശ്രമിക്കുക, അതാണ് ഏറ്റവും നല്ലത്. നമുക്കിനി അതൊന്ന് കുറച്ച് നേരത്തേക്കൊന്ന് മാറ്റി വെക്കണം. ഒരു അരമണിക്കൂർ 1 മണിക്കൂർ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്കത് മാറ്റി വെക്കാം. നമുക്കിനി വേറൊരു കറിച്ചട്ടിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് വെളിച്ചെണ്ണ തന്നെയാണ് ഈ കറി വെക്കുന്നത്. വെളിച്ചെണ്ണ ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ എണ്ണ ഉപയോഗിക്കാം, പക്ഷേ കറക്റ്റ് ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം. വെളിച്ചെണ്ണ ഒന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് 2 സവോള 2 3 അത് നമ്മുടെ ഇഷ്ടം. അധികം സവോള നമ്മൾ ഈ കറിക്ക് ചേർക്കത്തില്ല. സവോള വളരെ കുറച്ച് അളവിൽ മാത്രമേ നമ്മൾ ഇതിൽ ചേർക്കുന്നുള്ളൂ. ആ സവോള ഒന്ന് ചെറുതായിട്ട് ഒന്ന് വഴണ്ടി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. പച്ചമുളകൊക്കെ നമ്മുടെ എരിവിനനുസരിച്ചും പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ചും നമുക്ക് തീരുമാനിക്കാവുന്നതാണ് എത്ര എണ്ണം വേണമെന്നുള്ളത്. ഞാനിവിടെ 2 എണ്ണം ചേർത്തിട്ടുള്ളൂ. എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് അധികം വേണ്ടി വന്നില്ല. 2 എണ്ണം ഇട്ടപ്പോൾ തന്നെ കറക്റ്റ് എരിവായിരുന്നു അതിന്. ഇപ്പോൾ സവള ഒന്ന് ചെറുതായിട്ടൊരു ഗോൾഡൻ ഷെയ്ഡ് ആയിട്ടുണ്ട്. ഒരുപാട് മൊരിയോ അങ്ങനെ ഒന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് വഴണ്ട് നല്ല ഒരു ട്രാൻസ്പെറൻ്റ് ആണ് സവള, അത്രേ ഉള്ളൂ. അങ്ങനെ ആയി കഴിയുമ്പോഴേക്കും നമ്മുടെ ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്തിട്ട് ചിക്കനും നമ്മുടെ ഈ സവോളയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഈ ചിക്കൻ ചേർക്കുന്ന സമയത്ത് നമ്മൾ ഗ്യാസിൻ്റെ തീ ഒരു ലോ ഫ്ലെയിമിലോട്ട് മാറ്റണം. അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്ന് അടിയിൽ ഒട്ടിപ്പിടിച്ച് പോകാൻ സാധ്യതയുണ്ട്. നമ്മളിവിടെ കറിച്ചട്ടിയാണല്ലോ ഉപയോഗിക്കുന്നത്. ചിക്കൻ്റെ പാത്രമൊക്കെ ആണെങ്കിൽ അധികം അടിക്കൊന്നും പിടിക്കത്തില്ല. പക്ഷേ കറിച്ചട്ടിലൊക്കെ വെക്കുമ്പോൾ ചിക്കൻ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. പ്രത്യേകിച്ച് ഈ മലബാർ സ്റ്റൈൽ ചിക്കൻ കറിയൊക്കെ കറിച്ചട്ടി തന്നെ വെക്കുവാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. നമുക്കിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ അടച്ചു വെക്കണം. അടച്ചു വെച്ചാൽ മാത്രമാണ് നമ്മുടെ ചിക്കൻ കറിക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ആ ചിക്കൻ്റെതായ ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ വെള്ളം ഒഴിച്ചൊന്നും വേവിക്കാൻ പാടില്ല. വെള്ളം ഒഴിച്ച് വേവിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ചിക്കനിലെ കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തില്ല. ആ വെള്ളത്തിൻ്റെ ഒരു ടേസ്റ്റേ നമുക്ക് കിട്ടത്തുള്ളൂ. പിന്നെ അടച്ചു വെച്ച് വേവിക്കുമ്പോൾ നമ്മുടെ ആ ചിക്കനിൽ കുറച്ച് വെള്ളമൊക്കെ ഊറി വന്നിട്ടില്ല. ഇപ്പോൾ അതുപോലെ വന്നാലാണ് നമ്മുടെ ചിക്കൻ കറിക്ക് കറക്റ്റ് ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. നിങ്ങൾക്ക് അത്രയ്ക്ക് ഇങ്ങനെ അടുക്കി പിടിക്കുന്നതല്ല തോന്നലുണ്ടെന്നുണ്ടെങ്കിൽ. ഞാനിവിടെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ലായിരുന്നു. ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി നമ്മൾ നേരത്തെ ആ ചിക്കനൊക്കെ മസാല പുരട്ടി വെച്ചില്ലേ, ആ പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് എന്തോരമാണോ ചാറ് ആവശ്യം അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് ഒരു 10-15 മിനിറ്റും കൂടി ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഈ സമയത്ത് ഹൈ ഫ്ലെയിമിലോട്ട് നമുക്ക് തീ മാറ്റാം. ഫ്ലെയിമിൽ ഇടണമെന്നില്ല, ഒരു ഹൈ ഫ്ലെയിമോ മീഡിയം ഫ്ലെയിമിലോ ഇട്ട് നമുക്ക് നന്നായിട്ട് ഇത് വേവിച്ചെടുക്കാം. ഇത് ബ്രോയിലർ ചിക്കൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും, അധികം സമയമൊന്നും വേണ്ട എടുത്തില്ല. അപ്പോൾ നമുക്കിത് അടച്ചു വെച്ചൊന്ന് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ചാറ് കുറച്ചുകൂടെ പറ്റിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നേരം തുറന്ന് വെച്ചും കൂടി ഒന്ന് തിളപ്പിക്കാം. ഇതാകുമ്പോൾ ഈ ചാറ് കുറച്ചുകൂടെ പറ്റിപ്പോവും. ഇത്രയും ചാറായിട്ട് വേണ്ടെന്നുള്ളവർക്ക് നമുക്ക് ഇങ്ങനെ തന്നെ എടുക്കാം. പക്ഷേ എനിക്ക് അധികം ഇത്രയും ചാറ് ആവശ്യമില്ലാത്തതുകൊണ്ട് കുറച്ച് ചാറ് ഞാൻ പറ്റിക്കുന്നുണ്ട്. നമുക്ക് ഈ ചാറ് പറ്റിച്ചെടുക്കാനായിട്ട് നമ്മൾ തിളപ്പിക്കത്തില്ല. ആ സമയമാകുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് 2 പച്ചമുളകും 2 ഉണക്കമുളകും കുറച്ച് വേപ്പിലയും 2-3 ഉള്ളിയും കൂടെ ഒന്ന് താളിച്ചൊഴിക്കണം. കടുകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഈ സമയം താളിക്കാം. പക്ഷെ ഞാൻ കടുക് ചേർക്കുന്നില്ല. ഞാൻ ഉള്ളിയും
ഉണക്കമുളകും കറിവേപ്പിലയും മാത്രമാണ് താളിക്കാൻ ഒഴിച്ചിട്ടുള്ളത്. പിന്നെ നമ്മുടെ കറിയൊക്കെ വറ്റി റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ തീ ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കണം. നമ്മൾ കറിയിൽ ഇതിനു മുമ്പ് ഗരം മസാലയും കുരുമുളക് പൊടിയും ഒന്നും ചേർത്തിട്ടില്ലായിരുന്നു. നേരത്തെ മസാലയ്ക്കകത്ത് കുറച്ച് കുരുമുളക് അരച്ചിട്ടുണ്ടെന്നല്ലാണ്ട് നമ്മൾ വേറെ ഗരം മസാല ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഈ സമയത്താണ് നമ്മൾ ഗരം മസാലയൊക്കെ ചേർക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഫ്ലേവർ നന്നായിട്ട് നമുക്ക് കിട്ടും. ഇപ്പോൾ ഈ നമ്മുടെ കറിയൊക്കെ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല ചാറിനൊക്കെ നല്ല തിക്നെസ് ഒക്കെ ഉണ്ട്. നമുക്ക് കുറച്ചുകൂടെ ഡ്രൈ ആയിട്ട് എടുക്കുന്നവർക്ക് കുറച്ചും കൂടെ പറ്റിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒരു റോസ്റ്റ് രൂപത്തിൽ നമുക്ക് എടുക്കാൻ പറ്റും. നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്കിതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്തൊക്കെ ഉപ്പൊക്കെ നോക്കിയിട്ട് കറക്റ്റായിട്ട് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഈ നമ്മുടെ കറി നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളൂ. അധികം ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിന്ന് എല്ലാവരും ഇനി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മിസ്സാവാതെ വീഡിയോസൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.